ഹലോ, എല്ലാവർക്കും ഓൾ മൂവി കണ്ടമ്മിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ദൃശ്യം 3യുടെ റിവ്യൂ ആണ്. അപ്പോൾ ദൃശ്യം 3യെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു പ്രതീക്ഷയില്ലാത്തൊരു പടമായിരുന്നു. സത്യം പറയാമല്ലോ, ഞാൻ ഇതിൻ്റെ ട്രെയിലറും ഇതും കണ്ട് ഇതിൻ്റെ രണ്ടാം ഭാഗം കണ്ടു കഴിഞ്ഞപ്പോഴും ഇതിലിപ്പം എന്തുള്ളേ അങ്ങനെയൊക്കെ ചിന്തിച്ച് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ 21-ാം തീയതിൻ്റെ ടിക്കറ്റ് ഒരാഴ്ച മുമ്പേ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള തിയേറ്ററിലിട്ട്. പക്ഷെ ഞാൻ ബുക്ക് ചെയ്തില്ലായിരുന്നു. ഞാൻ അന്നുള്ള ഒരു സമയം ബുക്ക് ചെയ്തില്ലായിരുന്നു. ടിക്കറ്റ് ഉണ്ടായിരുന്നു, അഞ്ച് ഞാൻ ബുക്ക് ചെയ്തില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ തിയേറ്റർ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ തിയേറ്റർ റിവ്യൂസാണ് ഞാൻ കൂടുതൽ കണ്ടത്. അത് കണ്ടപ്പോൾ എല്ലാവരും പോസിറ്റീവ്. ഇത്രയും പോസിറ്റീവ് വന്ന പടം എന്ന് പറയുമ്പോൾ ഈ അടുത്ത് വാഴ 2 കഴിഞ്ഞിട്ട് എനിക്ക് ഇതാ തോന്നുന്നത്. കാരണം അത്രയ്ക്കും പോസിറ്റീവ്. അപ്പം തന്നെ എന്നാ ഒന്ന് കണ്ടുകളയാ, എന്താണ് അറിയാലോ, എന്തെങ്കിലും ദൃശ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ പറയൂലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് രാവിലത്തെ 11 മണിക്ക് ഷോയ്ക്ക് കയറി കണ്ടു. ഇന്ന് വെച്ചെന്ന് 22-ആണ്, ഞാൻ ഈ വീഡിയോ വരുമ്പോൾ 23 അപ്പോൾ ഇന്ന് 22-ാം തീയതി ഇന്ന് ഞാൻ ഈ വെള്ളിയാഴ്ച ഞാൻ രാവിലെ 11 മണിക്ക് പോയിട്ട് കയറി കണ്ടു. സംഭവം പറയാലോ, നല്ല പടം, അടിപൊളി പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് സത്യം പറയാം, എനിക്ക് ത്രില്ലർ അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു ജോണറാണ്. ഞാൻ അധികം ത്രില്ലറും എനിക്ക് അത്ര വർക്കൗട്ട് ആവാറില്ല. കാരണം നമ്മളെ എന്താ പറയുക, ആസിഫ് അലീൻ്റെ ഈ സിനിമയിലായിരുന്നു രേഖാചിത്രം. എനിക്കത് അത്ര കുറച്ച് എനിക്കത് ഒരു ആവറേജ് അഭിപ്രായം തോന്നിയ പടം. എല്ലാവരും വലിയ അഭിപ്രായമൊക്കെ പറഞ്ഞു പടം, പക്ഷെ എനിക്കതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്ക് ത്രില്ലർ അത്രയ്ക്ക് ഈ കുറച്ച് ഇഷ്ടക്കുറവുള്ള ഒരു ജോണറാണ് ഈ ത്രില്ലർ. പക്ഷെ എന്നെ ഈ ദൃശ്യത്തിൻ്റെ 3 ഭാഗവും ഒന്നിനൊന്ന് മെച്ചാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ 3 ഭാഗം. എന്നിട്ടും ഞാൻ ഇതിന് ഈ 3-ാമത്തെ ട്രെയിലർ ഇതൊന്നും കണ്ട് എനിക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകാറ്. പക്ഷെ ഇന്ന് ഞാൻ പോയി കണ്ടു. കിടിലൻ പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടം. ഒന്നുമില്ല, ഞാൻ എൻ്റെ തുടരുമെന്ന് ശേഷം ലാലേട്ടൻ്റെ വീണ്ടും ഒരു വിസ്മയം ഞാൻ ഈ പടത്തിൽ കണ്ടു. ഒരു രക്ഷയില്ലാത്ത അഭിനയം. ലാലേട്ടൻ്റെ ചില കണ്ണുകളി കൊണ്ടുള്ള കണ്ണിൻ്റെ ഈ അടുത്തുള്ള ഇതൊക്കെ വെച്ച് ചെറിയ കുറച്ച് എക്സ്പ്രഷനും കുറച്ച് അഭിനയമൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് 50 കോടി എത്തിയെന്ന് വെച്ചാൽ ഒരു മലയാള പടം വേറെ ഏതല്ലേ. എമ്പുരാൻ വരെ ഐപ്പ് അത്ര ഉള്ളതുകൊണ്ടാണ് വെക്കുക. പക്ഷെ ഇതിനും ഐപ്പുണ്ട്. പക്ഷെ ഇത് ദൃശ്യം 1 2 കുറച്ച് വലുതായി അടുത്ത് മാത്രമേ ഉള്ളൂ, അല്ലാത്തവരടുത്തൊന്നും അത്ര വലിയ ഐപ്പില്ല. പക്ഷെ എന്നിട്ടും ഈ പടം ഒറ്റ ദിവസം കൊണ്ട് 50 കോടി എത്തിയെങ്കിൽ പടം എന്താണ് നിങ്ങൾക്ക് ഊഹിക്കാം. കാരണം അതിനുള്ള സാധനങ്ങൾ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന 150 രൂപയ്ക്ക് ബെർത്താണ് പടം സത്യമായിട്ടും. ഇതിൽ പിന്നെ ഒരാളെയും എല്ലാവരും അടിപൊളി. 1ലും 2ലുള്ള കുറേ പേരും വരുന്നുണ്ട്, അവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പല സീൻസും നമ്മൾ അത്ഭുതം, എന്താ പറയുക, ഒരാളെ കണ്ട് നമ്മൾ കുറേ നെട്ടുന്ന കുറച്ച് സീൻസ് ഉണ്ട്, കുറച്ച് പേരൊക്കെ കണ്ടിട്ട്. പക്ഷെ അതിലും തുടക്കത്തിലൊരു സീനുണ്ട്, അത് സത്യം പറയാൻ സിനിമയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, അത് വേറെ ആർക്ക് വേണമെങ്കിലും ചെയ്യുന്നു. പക്ഷെ അവിടെ ആ ചങ്ങായി വന്നിട്ട് അത് ചെയ്തപ്പോൾ ഞാൻ നെട്ടിപ്പോയി. എന്നുവെച്ചാൽ ഈ ദൃശ്യം 1 2 കുറച്ച് സാധനം കാണിച്ചിട്ടാണ് സിനിമ 3-ാം ഭാഗത്തിൻ്റെ തുടക്കം. അപ്പോൾ 3-ാം ഭാഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരാളെയും പിന്നെ ഒരാളെ കാണിക്കും. അത് സീനായിരുന്നു. സത്യം പറയാമല്ലോ, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വലിയ എന്താ പറയുക, അത് വലിയ ക്യാമിയോ ഒന്നും അല്ല, പക്ഷെ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാരാണ് ഞാൻ പറഞ്ഞില്ല എന്തായാലും. പിന്നെ ഇതിലൊന്നും പറയാൻ പറ്റൂല. ഇതിൽ എവിടെ പറഞ്ഞാലും എന്താ പറയുക, കഥയിലെ ട്വിസ്റ്റും ഏതെങ്കിലുമൊക്കെ പറഞ്ഞു, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് ജിത്തു ജോസഫ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. ഇതിൽ പിന്നെ 2-3 ട്വിസ്റ്റൊക്കെ നമ്മൾ അറിഞ്ഞിട്ടും പോയി കാണാനുള്ളതുണ്ട്. കാരണം ഇത് എവിടെ തൊട്ട് പറയുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഈ തൊട്ടൊക്കെ പറഞ്ഞാലേ ഇത് ഫുള്ള് നമുക്ക് ഒരാളെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്തായാലും ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും പറഞ്ഞ കഥയെല്ലാം ഇപ്പോൾ ഒറ്റ കാര്യം പറയാം, നല്ലൊരു പടമാണ്. നിങ്ങൾ പൈസ കൊടുത്താൽ അതിനുള്ള മുതലുണ്ട്. എന്താ പറയുക, ലാലേട്ടൻ്റെ അടിപൊളി അഭിനയവും എല്ലാം കണ്ട് നല്ലൊരു സന്തോഷത്തോടെ ഇറങ്ങി വരാം. പിന്നെ എനിക്ക് ആ ഒരു സങ്കടമുള്ളൂ, ഫാൻസ് ഷോയ്ക്ക് പോകാനായിരുന്നു എനിക്ക്. വല്ല ഫാൻസ് ഷോയ്ക്കും പോയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് ഇവിടെ കയറിയിരുന്നപ്പോൾ തോന്നി. കാരണം ഇതിൽ കയ്യടിക്കാനും വിസിലടിക്കാനൊക്കെ കുറേ സംഭവമുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ബാക്കിയുള്ളവർ കയ്യടിച്ചാലും വിസിലടിച്ചാലും ഞാൻ അറിയാതെ കയ്യടിക്കും. പക്ഷേ എന്താ പറയുക, ആരും ഒച്ചപ്പാടും വേളം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഞാനും ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കും. എന്നിട്ട് ഞാൻ ഇൻ്റർവെല്ലല്ല, ആരെങ്കിലും ഒന്ന് തുടങ്ങി കിട്ടണം, പിന്നെ ഞാനും ഞാനും എൻജോയ്മെൻ്റ് ആയിട്ട് അടിച്ചൊളിച്ച് ചെയ്യും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സിനിമകൾ. പക്ഷെ ഇതിൽ അങ്ങനത്തെ കുറേ സീൻസ് ഉണ്ടായിട്ടും തുടരുമെന്ന് പോയപ്പോൾ കിട്ടിയ വൈബ് എനിക്ക് കിട്ടില്ല. അതിൻ്റെയൊക്കെ ഫാൻസ് വൈക്ക് കിട്ടിയ ഒരു ഇതുണ്ടായിരുന്നു. സംഭവം ഇതിലില്ലാത്തതുകൊണ്ടല്ല, എൻ്റെ കൂടെ അങ്ങനത്തെ ഫാൻസുകാരില്ലായിരുന്നു തോന്നുന്നു. കാരണം ഇതിൻ്റെ ലാലേട്ടൻ്റെ ചില സീൻസിലൊക്കെ
അടിക്കാൻ നമുക്ക് തോന്നും, പക്ഷെ ആരുമില്ലായിരുന്നു. എന്തായാലും നിങ്ങൾ പറ്റുകയാണെങ്കിൽ കുറച്ച് കൂട്ടുകാരും ലാലേട്ടൻ ഫാൻസിന് ഒക്കെ ഉള്ള ഇനി ചിലപ്പോൾ കയറിയെങ്കിൽ ലാലേട്ടൻ ഫാൻസൊക്കെ രണ്ടാമത്, കാരണം അതിനുള്ള ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒന്ന് പോയി കാണാൻ. നൈറ്റ് ഷോ ആയിരിക്കും നല്ലത്, കാരണം അതിനെന്തായാലും നല്ല കൈയ്യടി നല്ല ഇതുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി കാണുക. ദൃശ്യം 3 നല്ലൊരു പടമാണ്. അപ്പോൾ അടുത്തൊരു മൂവി റിവ്യൂ കാണുന്നവരേക്കും ബൈ.